ചീര വളരെ പെട്ടെന്നാണ് വളർന്നത്. അതിനിടയിൽ ഒരു മഴ പെയ്തതുകൊണ്ട്, ഒരു 3-4 ദിവസത്തെ മഴ പെയ്തതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഒരു വളർച്ച കുറഞ്ഞു പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ആ ഒരു മഴയത്താണ് ഈ ഇലകളൊക്കെ ഇങ്ങനെ ആയിത്തീർന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ ചെടികളെ നോക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ വിത്തുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നല്ല റെഡ് കളറ് കിട്ടുന്ന ചീര, റെഡ്, ഇത് നല്ല റെഡാണ്. അപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു നിറം, ക്യാമറയിൽ നിറം കുറച്ചൊരു മാറ്റം കാണുന്നുണ്ട്. അതുപോലെ വട്ടയിലയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ത്രികോണാകൃതിയിലാകുമ്പോൾ അധികം ഒരു ഇലകൾ കുറവായിരിക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ഓരോ ഇലകൾക്ക് ഇടയിൽ നിന്നും പുതിയ പുതിയ തളിരുകൾ വരുന്ന രീതിയിലുള്ള അങ്ങനത്തെ വിത്തുകൾ തന്നെ ശേഖരിക്കണം. ഒരു പ്രാവശ്യം നമ്മൾക്ക് വിത്ത് കിട്ടിയാൽ ആ വിത്തുകൾ തന്നെ പിന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാടിനം വിത്തുകൾ കൈവശം വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് ഇനങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെതായ തനതായ ഗുണങ്ങൾ മാറി മറ്റതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കൂടി ഇതിൽ മിക്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ചില ഇനങ്ങൾക്ക് വെള്ളക്കുത്ത് പെട്ടെന്ന് ബാധിക്കും, പ്രത്യേകിച്ച് സുന്ദരിച്ചീര പോലെയുള്ളവയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ളവ ഇടകലർത്തി നടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വേറൊരു കാര്യമാണ്, ചിലരൊക്കെ ചെയ്യുന്നത് പച്ചയും റെഡും കൂടി ഇടകലർത്തി ചെയ്ത് കഴിഞ്ഞാൽ കീടബാധകൾ കുറവായിരിക്കും. അതുപോലെ തന്നെ വെള്ളക്കുത്ത് രോഗം കുറയാനും സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് മഴയുള്ള സമയത്താണ് കൂടുതൽ വെള്ളക്കുത്തുകൾ ഉണ്ടാവാറ്. അതുകൊണ്ട് മഴക്കാലം ഞാനധികം ചെയ്യാറില്ല ചീര. അതുപോലെ തന്നെ ഈ ഒരു പ്രാണിയെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പ്രാണി അത് ഇലയുടെ നീരൂറ്റി കുടിക്കുന്നതാണ്, കണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ തന്നെ ഉണ്ട്, ഈ ഒരു പുല്ലുകൾ. സത്യം പറഞ്ഞാൽ എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെടികളെ അത്ര വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നല്ല, ആ പുല്ലുകളൊന്നും പറിച്ചു മാറ്റി കളയാൻ എനിക്ക് പറ്റിയില്ല. അതാണ് ഇങ്ങനെ പ്രാണികൾ ഉണ്ടാവാൻ കാരണം. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ആ പ്രാണി ശല്യം ഒട്ടും ഉണ്ടാവില്ല. അതുപോലെ ഇവിടെ ഒരു തുളസിയുണ്ട്. അപ്പോൾ ആ തുളസിയുടെ ഷെയ്ഡ് വന്നു കഴിയുമ്പോൾ ചെടികളുടെ വളർച്ച കുറയും. മാത്രമല്ല അതിൻ്റെ ഇലയുടെ റെഡ് പോയിട്ട് അതിലേക്കൊരു പച്ചപ്പ് വരികയും ചെയ്യും. അപ്പോൾ പിന്നെ തുളസിയെ നശിപ്പിക്കേണ്ടതെന്ന് വെച്ചപ്പോൾ എനിക്കതിന് വെട്ടിക്കളയാൻ മനസ്സ് വന്നില്ല. ഞാനവിടെ അങ്ങോട്ട് ചാർത്ത് കെട്ടി വെച്ച് കൊടുത്തു. പിന്നെ വേണമെങ്കിൽ ഗ്രോ ബാഗ് ചട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഒരു സൗകര്യമുണ്ട് ഗ്രോ ബാഗിന്. അപ്പോൾ ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ വിചാരിച്ചിരുന്നത്. അതൊക്കെ ആയിന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഒരാഴ്ച കൂടി ആയിക്കഴിഞ്ഞാൽ ഞാനിതിൻ്റെ വിളവെടുക്കും. പക്ഷെ ഇതിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞാലും ഇതിപ്പോൾ ഇങ്ങനെ വരുന്നതുണ്ട്. ഈ ഒരു ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പുതിയ തളിരുകൾ ഇഷ്ടം പോലെ വന്ന് ഇതിൽ നിന്ന് നമുക്ക് ഏതാണ്ട് 6-7 പ്രാവശ്യമൊക്കെ വിളവെടുക്കാൻ പറ്റും.